പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുതിയ നോട്ടിഫിക്കേഷനുമായി വന്നിരിക്കുകയാണ്. ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കാറ്റഗറി കോഡ് 640/2023. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. നല്ലൊരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഡിപ്പാർട്ട്മെൻറ്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, നെയിം ഓഫ് ദ പോസ്റ്റ് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സാലറി സ്കെയില് നല്ലൊരു സാലറി സ്കെയിലാണ്. 39,300 മുതൽ 83,000 രൂപ വരെയാണ് ഈ ഒരു സാലറി സ്കെയിൽ വരുന്നത്. മാത്രമല്ല പ്രൊമോഷൻ സാധ്യതകൾ മുൻകൂട്ടി കാണുമ്പോൾ നല്ലൊരു പോസ്റ്റാണ് JC എന്ന് പറയുന്നത്. പ്രതീക്ഷിത വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 31, 2024 ആണ്. ഇനി ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 37 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. 2/1/1986 മുതൽ 1/1/2015 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിൽ 3 വർഷം റിലാക്സേഷൻ ഉള്ള ആളുകൾക്ക് 2/1/1983 മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷം റിലാക്സേഷൻ ഉള്ള ആളുകൾക്ക് 2/1/1981 മുതൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് BCom വിത്ത് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിഗ്രി, ഏതെങ്കിലും ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഡിഗ്രിയും അതിനോടൊപ്പം ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ കാർഷിക സർവകലാശാല നൽകുന്ന BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ബിരുദം. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് വിത്ത് കോർപ്പറേഷൻ, അതുപോലെ തന്നെ കോർപ്പറേഷൻ ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രി ഇൻ കോർപ്പറേഷൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും. ഇത്രയും ഡിഗ്രികളാണ് ഈ ഒരു ക്വാളിഫിക്കേഷനിൽ യോഗ്യതയായിട്ട് പരിഗണിക്കുന്നത്. നെക്സ്റ്റ് പ്രീവിയസ് അഡ്വൈസ് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഇതിനു മുമ്പ് ഈ പറയുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പരീക്ഷ വേണ്ട അപേക്ഷ വന്നിരിക്കുന്നത് 2018 ഡിസംബറിലാണ്. 2018 ഡിസംബറിൽ വന്നിരിക്കുന്നതിൻ്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 237/2018 ആണ്. അതിൻ്റെ പരീക്ഷ നടന്നിരിക്കുന്നത് ഫെബ്രുവരി മാസം 2020 അതിൻ്റെ പരീക്ഷ നടന്നിട്ടുള്ളത്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 2021 വന്നത്. ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഈ വർഷം 2024 ഒക്ടോബർ മാസം വരെ ആ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതാണ്. അതിനു മുമ്പ് ഈ ഒരു പരീക്ഷ നടത്തുകയും സർക്കാർ ഇതുമേലെ പുതിയ അപ്പോയിൻമെൻറ്റ് തുടങ്ങുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് മുൻനിർത്തി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് 313 പേർക്കാണ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടിയിരിക്കുന്നത്. 4/12/2023 പ്രകാരം 313 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ റാങ്ക് ലിസ്റ്റ് ഇനി ഒക്ടോബർ 21 വരെ 2024 ഒക്ടോബർ 21 വരെയാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ I+ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ഞങ്ങളുടെ സവിശേഷതകൾ ഹൈ ക്വാളിറ്റി വീഡിയോസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രിസ്പ് നോട്ട്സ് ആണ്. നിങ്ങൾക്ക് MCQ ആൻസർ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് ആണ് തരുന്നത്. ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഗുലർ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഇനി ഡെയിലി മോട്ടിവേഷൻ ആൻഡ് ഗൈഡൻസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.